ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് അതെ ഗുരുവിൻ്റെ കുട്ടിയോടായിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു കുട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യം സേഫായില്ല, അവരുടെ ആഗ്രഹം സാധിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടിയെ അപായപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണത്തിൽ എന്തോ കലർത്തി കൊടുത്തു, അങ്ങനെയാണ് കുട്ടി മരിച്ചത്. അപ്പോൾ അപ്പോൾ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണോ അത് ഇവരുടെ കുട്ടി അനുനിമിഷം അനുഭവിക്കുന്ന ഇവർ കണ്ടുകൊണ്ടിരിക്കുക. നമസ്കാരം, ഇതാണ് എക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ജീവിതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങളല്ലേ, കൂടുതൽ കാര്യങ്ങൾ അൺഎക്സ്പ്ലെയിൻഡ് ആണ്. പക്ഷേ അങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള അനുഭവങ്ങളെയും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെയും കുറച്ച് നമ്മളുടെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിലും നമ്മളുടെ അറിവിൻ്റെ പരിമിതികൾക്ക് ബിയോണ്ടായിട്ടും നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ലക്ഷ്യം. സ്വന്തം അനുഭവങ്ങളിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതാണ് നമ്മുടെ സ്വന്തം ശാന്ത ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ചേച്ചി, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഇൻസിഡൻ്റാണ് കണ്ടത്. ഒരു കുട്ടിയുടെ പ്രിഫറൻസസ് ആൻഡ് ചോയ്സസ് പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ കൗതുകകരമായ, ചേച്ചി തന്നെ ഉപയോഗിച്ച വാക്കാണ്, കൗതുകകരമായ ഒരു ഇൻസിഡൻ്റാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരു ചോദ്യമുള്ളത്, ശരിക്കും അപ്പോൾ അതൊരു ഇഷ്ടം, കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇഷ്ടം, ഫൈൻ. അതല്ലാണ്ട് നമ്മൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളോ നമുക്ക് ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളോ, നമ്മൾ മുമ്പ് പല എപ്പിസോഡ്സിലും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണെന്നറിയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇതിപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയാം, നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ അത് നമുക്കൊരു അനുഭവമായിട്ട് വരുന്നതാണ്. അതെ അതെ. നമ്മളിപ്പോൾ ഒരാളെ ശാരീരികമായിട്ട് വേദനിപ്പിച്ചത് നമുക്ക് വേദനയായിട്ട് വരും, മാനസികമായിട്ടാണെങ്കിൽ മാനസികമായിട്ട് വരും. പക്ഷേ ഇത് നമുക്ക് വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വരുമ്പോൾ നമുക്ക് വേദന കുറച്ചുകൂടെ കൂടുതലാണ്. അതെ അതെ. സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു അമ്മ അവരുടെ കുട്ടിക്ക് എന്ത് കഴിച്ചാലും കഴിക്കാനേ പറ്റില്ല, കഴിച്ചാൽ അലർജിയാകും, പിന്നെ എല്ലാ ഭക്ഷണത്തിനോട് അലർജി എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥ, ആരോഗ്യമില്ല തീരെ, അങ്ങനെ വിഷമിക്കുന്ന ഒരു കുട്ടിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ കുട്ടിയുടെ കാര്യം, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് വന്നപ്പോൾ ഞാൻ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആളുകളോട് എങ്ങനെയെങ്കിലും പെരുമാറുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും, അല്ലെങ്കിൽ എപ്പോഴും ഒറ്റപ്പെട്ടതായിട്ടിരിക്കാനുള്ള ഒരു തോന്നലൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് അങ്ങോട്ട് ചോദിച്ചതാ? ഗ്രഹനില നോക്കിയിട്ട് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എല്ലാവരോടും ഒന്നും ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല, പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ സൂയിസൈഡ് ചെയ്തു, അച്ഛൻ മരിച്ചു, അങ്ങനെയൊക്കെ ഒരു ഒറ്റപ്പെട്ട ലൈഫായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വളരെ ഒട്ടും എക്സ്ട്രോവേർട്ട് അല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഒട്ടുമല്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ മാനസിക വിഷമങ്ങൾ വളരെ കൂടുതലായിരിക്കുമല്ലോ, കൂടുതലായിട്ട് ഫീൽ ചെയ്യും. വിഷമം എല്ലാവർക്കും ഒരുപോലെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ചില ഗ്രഹങ്ങളൊക്കെ അത് സൂചിപ്പിക്കുകയും ചെയ്യും. ലഗ്നമായിട്ട് ബന്ധപ്പെട്ട് ചില ശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ ഇൻട്രോവേർട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഓപ്പൺ ആവാനായിട്ട് പ്രയാസം വരും. ശനി നിന്നുകൊണ്ട് മാത്രം അങ്ങനെയാകണമെന്നില്ല, പല ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ട്. അതേസമയം ഇപ്പോൾ ശുക്രനോ ബുധനെയോ ഒക്കെ ലഗ്നത്തിൽ നിൽക്കുന്ന ആളുകളാണ് എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പെരുമാറാനും സംസാരിക്കാനും. അല്ല, ഇതങ്ങനെയല്ല. അതല്ലാതാണ് ഇവർക്കൊരു ഒറ്റപ്പെടൽ വന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് ആ നിലയിൽ കാണുന്നില്ല. ഇവരിങ്ങനെ ജനിച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയാണ്. പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴാണ് ഇവരുടെ പാസ്റ്റിലേക്കൊന്ന് നോക്കാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് കാണുന്നത്, ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ഗുരുവിൻ്റെ കീഴിലായിരുന്നു, ഗുരുകുലത്തിലായിരുന്നു, അല്ലാതെ ഗുരുവിൻ്റെ അടുത്തെന്നല്ല. അപ്പോൾ അങ്ങനെ ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ഗുരുവിനോടൊരു ഇഷ്ടം തോന്നി. സ്വാഭാവികമല്ലാത്ത ഇഷ്ടം, ഗുരുവിനോട് തോന്നേണ്ട തരത്തിലുള്ള ഇഷ്ടമല്ലാത്ത ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ അതിനോട് ആ ഒരു ഇഷ്ടം വളരെ കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്കും
ഗുരുവിൻ്റെ കൂടെ ജീവിക്കണമെന്നുള്ളൊരു തോന്നലൊക്കെ വന്നപ്പോൾ അതിന് തടസ്സമായിട്ട് നിന്നത് ഗുരുവിന് ഫാമിലിയുണ്ട്. മാത്രമല്ല ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് അതെ ഗുരുവിൻ്റെ കുട്ടിയോടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവർ വിചാരിച്ചു കുട്ടിയില്ലെങ്കിൽ പിന്നെ കാര്യം സേഫായല്ലോ, അവരുടെ ആഗ്രഹം സാധിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടിയെ അപായപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞ് കുട്ടിക്ക് ഭക്ഷണത്തിൽ എന്തോ കലർത്തി കൊടുത്തു. അങ്ങനെയാണ് കുട്ടി മരിച്ചത്. അപ്പോൾ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണോ അത് ഇവരുടെ കുട്ടി അനുനിമിഷം അനുഭവിക്കുന്ന ഇവർ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ. ലൈഫിൽ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ടല്ല അനുഭവം വന്ന്, പക്ഷേ അതിലും പെയിൻ വരുന്ന രീതിയിലും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അതേ അനുഭവം വരും. കുട്ടിക്ക് തന്നെ, കുട്ടിക്കാണല്ലോ ദോഷം ചെയ്തത്. അപ്പോൾ അതേ രീതിയിൽ കുട്ടി അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മഫലം എന്ന് തന്നെ പറയേണ്ടത്. കർമ്മഫലം അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ നാളിൽ കണ്ടു. അപ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ എന്തെങ്കിലും പറഞ്ഞോ? സൊല്യൂഷൻ പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ദാനവും ജപവും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം തിരിച്ചറിയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു ഇമ്പ്രഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് കർമ്മബന്ധമായിട്ട് വരുന്നത്. ഇപ്പം ഞാനിങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഇമ്പ്രഷൻ എൻ്റെ മനസ്സിലുണ്ടാകും. പിന്നെ ആ കുട്ടി മരിക്കുമ്പോൾ അത് കാണുമ്പോഴുണ്ട് ഒരു മാനസിക അവസ്ഥയില്ലേ, അത് നമ്മുടെ മനസ്സിലത് ഇംപ്രഷനായി കിടക്കും. മനസ്സിലത് ആ ചിന്തകളാണ് ഉള്ളത്. ആ ചിന്തകളിലുള്ള മനസ്സുമായിട്ടാണ് ഈ ജന്മത്തിൽ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടത് ആകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നുപോയി. എന്തുകൊണ്ടാണ് ഈ പാസ്റ്റ് ഇവന്റുകളെല്ലാം മറന്നുപോയല്ലോ. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് പോകാനായിട്ട് വണ്ടിയിൽ കയറിയാൽ കുറച്ച് 10 കിലോമീറ്റർ കഴിഞ്ഞ് ഉറങ്ങി, അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഉണരുമ്പോഴും ഞാൻ തന്നെയാണ്. എൻ്റെ എല്ലാ വികാരങ്ങളും ഉള്ള ആളാണ്. അതേപോലെ ഇതെല്ലാം ഈ മനസ്സിൽ തന്നെ ഇരിക്കുകയല്ലേ. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഈ അനുഭവിക്കുന്നത്. അപ്പം ഇവരിത് അനുഭവിച്ച് ഇതിനെപ്പറ്റി തിരിച്ചറിയുന്ന നിമിഷം തന്നെ അതിന് കാരണം കണ്ടെത്തി കഴിയും. ഇപ്പം നമ്മൾക്ക് ജീവിതത്തിലൊരു ദോഷം വേദന ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല, പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു. അപ്പോൾ നമ്മൾ പറയണം ഇന്ന കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ശരിയാണല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട്, ക്ലാരിറ്റി വരും. അത് നമ്മുടെ മനസ്സ് തന്നെ ആ ഒരു കർമ്മബന്ധത്തിൽ നിന്ന് നമ്മളെ മുക്തമാക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏതു തരം ആൾക്കാരെയാണോ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതുതരം ആൾക്കാർക്കാണോ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത്, അതേ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അവർക്ക് ദാനം കൊടുക്കുക, അവരോട് നന്നായി പെരുമാറുക, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് പിന്നെ നമ്മളുടെ പ്രാണോർജം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ദാനം ചെയ്യാം, മന്ത്രം ജപിക്കാം, പ്രാണായാമം ചെയ്യാം, സൂര്യനമസ്കാരം ചെയ്യാം. എനർജി സെൻറ്റേഴ്സൊക്കെ സ്റ്റിമുലേറ്റായി പ്രോപ്പറായി പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഒരു മസാജ് പോലെ വരികയും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഹോർമോണൽ ലെവലൊക്കെ ബാലൻസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ തന്നെ അതൊരു സൊല്യൂഷനായി. അതാണ് സംഭവിക്കുന്നത്. എനിക്ക് ഒരു ഡൗട്ട് എനിക്കിതിലുള്ള, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ജന്മം പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെയൊക്കെ ചെയ്തു. ഒന്ന് എനിക്ക് ഈ ഒരു ഗ്രഹനിലയെ നോക്കി തന്നെ ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പാസ്റ്റ് ലൈഫ് നമ്മൾ ഇമ്മീഡിയറ്റ് പാസ്റ്റ് തന്നെ ആവണം എന്നുണ്ടോ? ഒരു നിർബന്ധമില്ല. ഇല്ല. കാരണം ഗുരുകുലം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അത് കുറേ പഴയതാണല്ലോ. അപ്പം എത്ര നാൾ മുമ്പുള്ള പാസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ഇംപ്രഷൻ ആവാം, ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ആവാം. ഇപ്പോൾ കഴിഞ്ഞ ലൈഫിൽ നിന്നാണ് നമ്മൾ ഈ ലൈഫിലേക്ക് വന്നിട്ട് ഇമ്മീഡിയറ്റ് പാസ്റ്റ് അനുഭവിക്കുന്നല്ല. നമ്മളിപ്പോൾ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് വിഷമിക്കുന്ന ഒരു അച്ഛനുണ്ട്, ഇവിടെ കുട്ടിയുണ്ട്, ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ആയിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ കർമ്മ. അതല്ലേ ഗുരുക്കന്മാർ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ശരീരം സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ഒക്കെ നടക്കുന്ന വ്യക്തികളോട് അനുവാദം ചോദിച്ചിട്ടാണ് പോയി ജനിക്കുന്നതെന്ന് പറയുന്നത്. നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് 3 തരത്തിലുള്ള കർമ്മങ്ങളല്ലേ, സഞ്ചിതം, പ്രാരബ്ധം, ആഗമി. അപ്പം നമ്മൾ ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് സഞ്ചിതത്തിൽ നിന്ന് കുറച്ച് അനുഭവിച്ച് അതിൽ നിന്ന് മുക്തമാകാനാണ് വരുന്നത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ കൂട്ടുകയാണ് ആഗാമി.
അപ്പം നമ്മൾ ഈ കർമ്മത്തിൽ കൂടി നമ്മളെ കൊണ്ടുപോകാനുള്ള വ്യക്തികളും വരണം. അതിപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ കർമ്മത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവർ. നമ്മളുടെ കർമ്മഫലത്തിൽ നിന്ന് നമ്മളെ മുക്തി കൊടുക്കാനായിട്ട് വരുന്ന ആൾക്കാർ നന്ദിയോടെ സ്മരിക്കണം. ചിലർ നമ്മുടെ ശത്രുക്കൾ തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും അടുത്ത ആളുകളായിട്ട് വരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഏറ്റവും നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളായിരിക്കും മിത്രങ്ങളായിട്ട് വന്ന് നമ്മളെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിലെ ശത്രുതയിൽ നിന്നും മുക്തമാക്കുന്നു. അങ്ങനെ എന്തോ ഒരു തമാശയ്ക്ക് പറയുമല്ലോ, കഴിഞ്ഞ ജന്മത്തെ ശത്രുക്കളാണ് മക്കളെ. അങ്ങനെ ആവണമെന്നില്ല, മിത്രങ്ങളും ജനിക്കും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഉള്ള നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കർമ്മമായിരിക്കണം. അപ്പം ഇപ്പം ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുന്ന കർമ്മം ഒരുപക്ഷെ എൻ്റെ പല ജന്മങ്ങളുടെ കർമ്മങ്ങളുടെ കോമ്പിനേഷൻ ആകുമ്പോൾ അതായത് ഞാൻ അനുഭവിക്കുന്ന ഒരു ദുരിതം കഴിഞ്ഞ ജന്മത്തെ കർമ്മത്തിന്റെ, പിന്നെ വേറൊരു ദുരിതം വേറൊരു ജന്മത്തിൽ, അങ്ങനെ പോസിബിൾ ആണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ സ്പിരിച്വലി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വൽ അതിന് എന്ത് വാക്ക് വേണമെങ്കിലും പറയാം, നമ്മൾ മൈൻഡ് റിഫൈൻഡ് ആകാനുള്ള കർമ്മങ്ങൾ ഇരിക്കുമ്പോൾ നമ്മുടെ ലൈഫും കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പല ലൈഫിൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഈ ലൈഫിൽ തന്നെ അനുഭവിക്കും. ഓക്കെ, അത് അറിയാമല്ലോ. സാധാരണഗതിയിൽ സാധനയൊക്കെ ഇൻറ്റൻസായിട്ട് ഒക്കെ ചെയ്ത് ജീവിതം ഒരുപാട് മാറുന്ന ആൾക്കാർക്ക് ക്ലേശങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നത് കണ്ടിട്ടില്ലേ? അല്ല, അങ്ങനെ വരാതെ പോകാൻ പറ്റില്ലേ? ചില കർമ്മങ്ങൾ അനുഭവിച്ചാൽ തീരും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തമോ ഗുണപ്രധാനമായിട്ടുള്ളതുണ്ട്, രജോ ഗുണപ്രധാനമായിട്ടുണ്ട്, സത്വഗുണപ്രധാനമായിട്ടും ഉള്ള കർമ്മങ്ങൾ ചിലപ്പോൾ അന്യർക്ക് ദുഃഖമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കർമ്മഫലം എന്ന് പറയുന്നത് ചിലത് നമ്മൾ ബോഡിയിൽ എഴുതി തുടച്ച് മാറ്റാം, ചൊക്ക് കൊണ്ട് എഴുതുന്നത്, ചിലത് പെയിന്റ് കൊണ്ട് എഴുതുന്ന പോലെ അതിൻ്റെ തക്കതായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് അത് തുടച്ച് മാറ്റാം. കരിങ്കല്ലി കുത്തിയ പോലെയുള്ള ചില കർമ്മങ്ങളുണ്ട്, അത് കൊണ്ട് മാറൂലേ? എന്തുകൊണ്ടായാലും ചിലത് കരിങ്കല്ല് കൊത്തിയ പോലെയാണ്. അത് കുറച്ചെങ്കിലും നമ്മൾ അതിൽ കൂടെ കടന്നു പോകണം. പക്ഷെ കൃപയുണ്ടെങ്കിൽ നമുക്ക് സഫർ ചെയ്യാതെ അതിൽ കൂടെ കടന്നു പോകാം. ഓപ്ഷണലാണ്. അപ്പം നമ്മളത് സഫർ ചെയ്യാതെ അതിൽ കൂടെ കടന്നു പോകും. പക്ഷെ അതൊരു കടന്നു പോകുന്നത് പോലും നമ്മൾ അറിയില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയും, നിങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു തോന്നൂല. അതെനിക്ക് തോന്നുന്നു സഫറിങ് ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയാ, 3 തരത്തിലുള്ള കർമ്മങ്ങളല്ലേ നമുക്ക് അനുഭവിക്കേണ്ടത്. അപ്പോൾ ചില കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള കർമ്മങ്ങളുണ്ട്. ഞാനിപ്പോൾ കവിതയുടെ ഒരു മോശം എന്തെങ്കിലും ചെയ്തു, അത് കവിത അറിയുന്നു, കവിതയുടെ ഫാമിലി മെമ്പേഴ്സ് അറിയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു പബ്ലിക് അറിയത്തക്ക രീതിയിലുള്ള നമ്മൾ കുറ്റകൃത്യങ്ങൾ വേദനിപ്പിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സമൂഹം മൊത്തം പറയല്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ചെയ്തിട്ടുണ്ട്. കർമ്മഫലം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അപ്പോൾ ഏത് തന്നെയായാലും നമ്മളെ അറിവാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അറിവ് നേടുക എന്നുള്ളതാണ്. നമ്മൾ അതിന് ശാസ്ത്രീയമായിട്ട് തന്നെ ആ അറിവ് നേടുമ്പോൾ അതിൽ നിന്ന് മുക്തമാകും. അതായത് ഇപ്പോൾ ഈ റൂമിൽ ഇരുട്ടായിരുന്നല്ലോ, നമ്മളിവിടെ വന്നൊരു ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇവിടെ പ്രകാശമായി, പിന്നെ ഇരുട്ടിന് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇതാണ് കാര്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. കാരണം അത് എത്രമാത്രം ഹിഡൻ ആയിരിക്കുന്നു അതനുസരിച്ചാണ് അതിന് പവറുള്ളത്. മന്ത്രരഹസ്യത്തെ പറ്റി പറയില്ലേ, മന്ത്രം എത്രയും നിഗൂഢമായിരിക്കുക എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിഗൂഢമായിരിക്കുന്നതിന് ശക്തി കൂടുതലാണ്. നമ്മുടെ മുന്നിൽ അത് റിവീൽ ആയി കഴിഞ്ഞ പിന്നെ അതിൻ്റെ പവർ കുറവാണ്, കാർമിക് എഫക്റ്റ് കുറവാണ്. ഓക്കെ. ഇനി ഞാൻ ഇടയ്ക്ക് ചേച്ചി ഇൻ്ററപ്റ്റ് ചെയ്ത ഒരു കാര്യത്തിലേക്ക് വരാം. ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നു, അതായത് നമുക്ക് നമ്മളുടെ അനുഭവവും എല്ലാ ഇഷ്ടം അല്ലെങ്കിൽ അനുഭവവും നമുക്ക് കർമ്മമാണ്, പാസ്റ്റ് ലൈഫാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റത്തില്ല. ചിലത് ചേച്ചി പറഞ്ഞു, ചിലത് എന്തോ ഒരു നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചും ഏത് ഭാവത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങളോ താല്പര്യങ്ങളോ അനുഭവങ്ങളോ വരാം എന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന്. അതായത് നമ്മളിപ്പോൾ പറയും നമ്മുടെ കർമ്മങ്ങളൊക്കെ പഴയ ജന്മമായിട്ട് കണക്റ്റഡ് ആണ്. അത് തന്നെയാണ് പറയുന്നത്. ജാതകം എന്തിന് ജനിച്ചിരിക്കുന്നു, എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തോ കാര്യമുണ്ടല്ലോ. അതൊക്കെ അതിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ, അനുഭവിക്കണം, അല്ലെ അതിൽ കൂടി കടന്നു പോകണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലൈഫിൽ വന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതും കർമ്മഫലങ്ങളുണ്ട്. അത് ഈ കർമ്മഫലങ്ങൾ നമ്മളെ
കടന്നു പോകാനായിട്ട് സ്മൂത്തായിട്ട് കടന്നു പോകാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ചിലരുടെ ജാതകത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നതാണ് കുറച്ചൊക്കെ. ചിലർ അനുഭവിക്കേണ്ട കാര്യങ്ങളൊന്നും അങ്ങനെ അനുഭവിക്കുക. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കഷ്ടമായിരുന്നല്ലോ 2 വർഷം, പക്ഷെ നമുക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ പോകുന്നതുകൊണ്ട് അത് നമ്മളുടെ പ്രവൃത്തിയെ, നമ്മളുടെ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ പ്രവൃത്തി അനുസരിച്ചാണ്. ഇപ്പം ചില ഗ്രഹങ്ങൾ, മുൻപേ നമ്മൾ സംസാരിച്ചത്, ചില ഗ്രഹങ്ങൾ ഇവരെ ഉൾവലിയൽ കൊടുക്കും എന്നാണ്. ഇപ്പം നമ്മളെ പറ്റി പറയുന്നതാണ് ലഗ്നം എന്ന് പറയുന്ന 1-ാം ഭാവം. നമ്മളുടെ മൊത്തമുള്ള ആരോഗ്യം, നമ്മളുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ, മാറ്റമില്ലാത്ത സ്വഭാവങ്ങൾ, നമ്മളുടെ ലോകത്തോടുള്ള കാഴ്ചപ്പാട്, ലോകം നമ്മളെ കാണുന്നത്, നമ്മളുടെ ഫീച്ചേഴ്സ്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മളുടേതായിട്ടുള്ള സർവ്വകാര്യങ്ങളും. അതായത് ഒരു വസ്തു ഉണ്ടായ വസ്തു എത്ര കാലം നിലനിൽക്കും, അതാണ് അതിൻ്റെ ആയുസ് പറയും. ഇനി ഈ ഉണ്ടായ വസ്തു, നമ്മളൊരു വസ്തു ഉണ്ടാക്കി അത് പൂർണ്ണതയോടെ ഉള്ളതാണെന്ന്, അംഗവൈകല്യം എല്ലാം ഉണ്ടോ, ഇനി അത് ഏത് തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ 1-ാം ഭാവം കൊണ്ട് പറയുക എന്നുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് നിൽക്കുന്നത് തമോ ഗ്രഹങ്ങളാണെങ്കിൽ അതനുസരിച്ചുള്ള പെരുമാറ്റങ്ങളായിരിക്കും അവരിൽ നിന്നുണ്ടാവും. ശനിയാണെങ്കിൽ അവർ ഉൾവലിയൽ അവരുടെ ഒരു ടെൻഡൻസിയാണ്. ഒതുങ്ങി നിൽക്കുക, ഉള്ളിലേക്ക് പോവുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ ഇടിച്ചു കയറില്ല, പുറകോട്ട് മാറി നിൽക്കും, എൻത്യൂസിയാസം പ്രകടിപ്പിക്കില്ല, അങ്ങനെയൊക്കെയാണ്. എന്നാൽ അത് തന്നെ വളരെ ഡെപ്തിലുള്ള അറിവും കൊടുക്കും. നിശബ്ദം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അറിവിലേക്ക് കൊണ്ടുപോകും. ഗൂഢമായിട്ടുള്ളതും പിന്നെ ഏറ്റവും ഡീപ്പായിട്ട് പോകേണ്ടതുമായിട്ടുള്ള അറിവുകളൊക്കെ നേടണമെങ്കിൽ ശനിയുടെ സഹായം വേണം. അതുപോലെ ഇപ്പോൾ ആ ലഗ്നത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ അവരെടുത്തിയാട്ടക്കാരായിരിക്കും. എന്താണോ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ പറയുക, അല്ലെ പെരുമാറുക, ആ രീതിയിൽ പ്രതികരിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. ബുധനോ ശുക്രനെ ഒക്കെ ആണെങ്കിൽ വളരെ നല്ല ആയിട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പെരുമാറുന്ന ആൾക്കാരായിരിക്കും. വ്യാഴമാണെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു ബഹുമാനം തോന്നും, അത്രയും ഒരു രീതിയിൽ. അങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾ എന്താണ് സൂചിപ്പിക്കുക, അതനുസരിച്ചൊരു ബേസിക് സ്വഭാവം ഉണ്ട്. അത് ലൈഫ് ലോങ് ഉള്ളത്. ഓക്കെ, അത് അങ്ങനെ വലിയ മാറ്റമുള്ളതല്ല. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിൽ ഒരാൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു കേസിൽ ലേഡി ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണത്. അതെ. അപ്പം ഇതിൽ ഈ പറഞ്ഞ ചൊവ്വയോ 1-ാം ഭാവത്തിനോ അത് കാണണം എന്നില്ല, അത് വേറെ ടെൻഡൻസികളാണ്. ഓക്കെ. ബുധനാണെങ്കിൽ കുറെ കൂടെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ടെൻഡൻസിയാണ്. അല്ല, അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കോമ്പിനേഷൻ തന്നെ വരുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഈ ദുഃഖം തന്നെ ഇവർ ഇത്രയും ഇന്റൻസ് ആയിട്ട് അനുഭവിക്കുന്ന എന്തുണ്ടാ, ഇവര് കർമ്മം മാത്രമല്ല, ഇവര് കർമ്മമാണ്, അവരെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും. അപ്പൊ ഇത് അവര് തനിയെ അനുഭവിക്കുകയാണ്, മനസ്സിലായില്ലേ? ആരോടും പറയുന്നില്ല. പറയാതിരിക്കും തോറും അതിന്റെ ആ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പം എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ കവിതയോട് പറയുമ്പോൾ കവിത പറയും പോട്ടെ സാരമില്ല, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഒക്കെ ആവും. അപ്പോൾ ഇവർ തന്നെ അങ്ങ് അനുഭവിക്കുകയാണ്, മനസ്സിലായില്ലേ? ആ ഒരു ലെവലിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് നല്ലൊരു ഗ്രഹമാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇതിന് മുൻപേ തന്നെ ഇതിന് സൊല്യൂഷൻ ആവുകയും ചെയ്യുമായിരുന്നു. അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു. കാരണം പലപ്പോഴും നമ്മൾ പല അനുഭവങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മളുടെ ലൈഫിൽ ഓരോന്ന് വരുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം പാസ്റ്റ് ലൈഫാണ്. ചില കാര്യങ്ങൾ ഉറപ്പായും പാസ്റ്റ് ലൈഫും നമ്മളുടെ കാർമിക് കണക്ഷൻസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ബട്ട് ചില കാര്യങ്ങൾ നമ്മളുടെ ജനന സമയമായിട്ടും ജനിച്ച സമയത്തുള്ള നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷനുമായിട്ടും അതും എല്ലാമായിട്ടും റിലേറ്റ് ചെയ്തും നമുക്ക് അത് നമ്മളുടെ ഒരു ടെൻഡൻസി ആയിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതിലേതാണെങ്കിലും നമുക്ക് മാർഗങ്ങളുണ്ട്. ഇതിൽ നിന്നും ഈ ഡൈവേർഷൻസിലൊക്കെ നിന്ന് മാറി സെൻറ്റേർഡ് ആവാൻ വേണ്ടിയിട്ട് അതിനുള്ള മാർഗ്ഗങ്ങളും ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് അതിൽ നിന്നൊരു പുറത്തു വരാൻ സാധിക്കും എന്നുള്ളത് റിപ്പീറ്റഡ്ലി ശാന്ത ചേച്ചി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.